ഓപ്പറേഷൻ തരൂർ എന്നായിരുന്നു ചോദ്യം. ഓപ്പറേഷൻ തരൂർ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം സർവകക്ഷി സംഘത്തെ ഇത്തരം സംഘർഷ സാഹചര്യങ്ങളിൽ അയക്കുക എന്നുള്ളത് മുൻപും രാജ്യം ചെയ്തിട്ടുള്ളതാണ്, മുൻ സർക്കാരുകൾ ഭരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളതാണ്, അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ തന്നെ അതത് രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിക്കുന്ന പേരുകൾ വരിക, അല്ലെങ്കിൽ ആ പേരിലേക്ക് നേരിട്ട് സർക്കാർ എത്തുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ നേരത്തെ നരസിംഹറാവുവിൻ്റെ കാലത്ത് എ ബി വാജ്പേയി പ്രതിപക്ഷ നേതാവുമ്പോൾ പോയ യാത്ര, അതിൽ ജമ്മു മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ഉണ്ടായിരുന്നു, സൽമാൻ ഖുർഷിദ് ഉണ്ടായിരുന്നു. അന്ന് അവിടെ പോയി സംസാരിച്ച് അതിൽ പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തതാണ്. 2008 പാരീസ് ആസ്ഥാനമായ FAFT അതിൽ പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽപ്പെടുത്തുമ്പോഴും ഈ തരത്തിലുള്ള സർവകക്ഷി സംഘം പോയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായിട്ടത്. അപ്പോഴൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി ഇവിടെ രൂപപ്പെടുന്നത്, ഇതിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നിടത്താണ്. കാരണം ഈ പേൽഗാം ആക്രമണം ഉണ്ടായ ഘട്ടം മുതൽ പ്രതിപക്ഷവും സർക്കാരും ഈ കാര്യത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ അങ്ങേയറ്റം സംയമനത്തോടു കൂടിയാണ്. BJP സാധാരണ നടത്തുന്ന പ്രതികരണങ്ങളുടെ രൂപത്തിൽ അത് വന്നിരുന്നില്ല. അത് പ്രധാനമന്ത്രിയായാലും ആഭ്യന്തരമന്ത്രിയായാലും ആ കാര്യത്തിൽ കാണിച്ചിരുന്ന ജാഗ്രത പ്രധാനം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷവും ആ നിലപാടുകൾക്കൊപ്പം തന്നെയായിരുന്നു. ഇനി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആ സമയത്ത് പരിക്കേറ്റവരെ കശ്മീരിൽ പോയി സന്ദർശിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം രാജ്യം ഒറ്റക്കെട്ടായി ഇതിനെ നേരിടും, ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടും എന്ന വാചകങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിൽ നിന്നും വന്നിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെയല്ലാത്ത പ്രതികരണങ്ങൾ വന്നിട്ടില്ല. പിന്നീട് ദിവസങ്ങൾ ഇപ്പുറം കഴിയുന്നു, തിരിച്ചടി നൽകുന്നു. തിരിച്ചടിക്ക് ശേഷമാണ് എങ്ങനെയാണ് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടോ, അവിടെ ഒരു വീഴ്ച എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഭീകരർ രാജ്യത്തേക്ക് കടന്നെത്തിയത് എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുന്നത്. അതിന്മേലുള്ള മറുപടിയും സംസാരവും നമുക്ക് പാർലമെന്റിലാകാം, പാർലമെന്റ് സെഷൻ വിളിക്കണമെന്ന് പറയുന്നു, സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കണമെന്ന് പറയുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ ഇതുവരെ ഭരണപക്ഷം മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിന് മറുപടി നൽകാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം മൻ കി ബാത്ത് ഒരു സ്ഥലത്തുണ്ട്, പല സ്ഥലത്തും പൊതുപ്രസംഗങ്ങളുണ്ട്. ഈ തരത്തിൽ പ്രധാനമന്ത്രി മുന്നേറുന്നു. കാരണം അപ്പുറത്തുനിന്നൊരു ചോദ്യം താല്പര്യപ്പെടുന്നില്ല, ചോദ്യത്തിന് മറുപടി താല്പര്യപ്പെടുന്നില്ല. ഈ രൂപത്തിൽ ഏകപക്ഷീയമായ സർക്കാർ മുന്നോട്ട് പോകുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൻ്റെ അവസാന രൂപത്തിലാണ് ഇപ്പോൾ ഈ സർവകക്ഷി സംഘത്തെ വിടുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അതിനോട് യോജിക്കുകയാണ്. ഇപ്പോൾ CPM ആയാലും കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല ഇതിലേക്ക് സംഘങ്ങളെ നിശ്ചയിച്ചത് എന്ന് പറയുമ്പോൾ ആ ദൗത്യത്തിനൊപ്പമാണ് എന്ന് പറയുന്നുണ്ട്. CPM-ൽ നിന്നും പ്രതിനിധിയുണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് നൽകിയ 4 പേരുടെ പട്ടികയിൽ ആ 4 പേരെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ വിദേശകാര്യ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായി ശശി തരൂരിനെ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ ഞങ്ങൾ ശശി തരൂരിനെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം സ്വാഭാവികമായി കോൺഗ്രസിനെ അറിയില്ല. കാരണം ഈ കിരൺ റിജിജു കോൺഗ്രസ് നേതാക്കളെ വിളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു സംഘത്തെ തരൂ, നിങ്ങളുടെ ലിസ്റ്റ് തരൂ എന്ന് പറയുന്നുള്ളൂ. ആ ലിസ്റ്റ് തരൂ എന്ന് പറയുമ്പോൾ തരൂരിനെ ഞങ്ങൾക്ക് വേണം, അതിനൊപ്പം ഒരു ലിസ്റ്റ് തരൂ എന്ന് ആവശ്യപ്പെടാം. അത് ആവശ്യപ്പെടുന്നില്ല. ശശി തരൂർ മാത്രമല്ല കേട്ടോ, ഈ ഇത് ഇങ്ങനെ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ടെന്ന് കനിമൊഴിയും പരസ്യമായി തന്നെ. ആയിക്കോട്ടെ, ലിസ്റ്റ് വേണം, ആ ലിസ്റ്റിൽ തരൂർ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തരൂർ ഉൾപ്പെടാതിരുന്നത് അത് തരൂരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ഡീലായി മാറുന്നു എന്ന രൂപത്തിൽ അതിനെ കോൺഗ്രസ് കാണുന്നതുകൊണ്ടാണ്. അങ്ങനെ കാണാനുള്ള സാഹചര്യം തരൂർ ഈ ഘട്ടം പേൽഗാമിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പല ഘട്ടങ്ങളിലായി മോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചിട്ട് മുൻപ് ലോക സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ലോക നേതാവ് എന്ന തരൂർ മോദിയെ വിശേഷിപ്പിച്ചത് റഷ്യ-യുക്രൈൻ യുദ്ധ സമയത്താണ്. ആ സമയത്ത് പ്രതിപക്ഷം എടുത്ത നിലപാടിന് വിരുദ്ധമായുള്ള പ്രതികരണം തരൂർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പല ഘട്ടങ്ങളിലായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന് സമയത്താകട്ടെ ഇപ്പോൾ 71-ലെ കാര്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞത്? 71-ലെ കാര്യം പറയുന്നത് അമേരിക്കയ്ക്ക് മറുപടി നൽകണം, അമേരിക്ക ഇക്കാര്യത്തിൽ നമുക്ക് മേൽ നിൽക്കുന്ന ഒരു ശക്തിയായി പ്രതികരിക്കാൻ, ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ഒരു ശക്തിയായി നിൽക്കുമ്പോൾ അതിന് മറുപടി നൽകേണ്ടതുണ്ട് എന്ന രൂപത്തിലാണ് 71-ൽ അങ്ങനെ ഒരു മറുപടി അന്നത്തെ പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട് എന്ന രൂപത്തിലാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. അപ്പോൾ 71 അല്ല 2025 എന്ന മറുപടിയുമായി തരൂർ വരുന്നു. 2 വർഷങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും അന്നത്തെ ഓപ്പറേഷനും ഇന്നത്തെ ഓപ്പറേഷൻ തമ്മിൽ വ്യത്യാസമുണ്ടെന്നും ആർക്കാണ് അറിയാത്തത്? അത് അമേരിക്കയോടെടുത്ത സമീപനവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിലൊക്കെ തന്നെയും ഭരണപക്ഷത്തിനൊപ്പം നിൽക്കുക എന്ന തന്ത്രപരമായ സമീപനം ഇക്കാര്യത്തിൽ ശശി തരൂർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയത്തിലും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തരൂരിൻ്റെ പേരങ്ങ് ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പുറത്ത് കോൺഗ്രസ് നൽകിയ ലിസ്റ്റ് പരിഗണിക്കുകയും
ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നേരത്തെ പി ആർ സുനിൽ പറഞ്ഞതുപോലെ ഇതിപ്പോൾ രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട ലോകരാജ്യങ്ങളെ പിന്തുണ നേടുന്ന വിഷയമാണ്. അപ്പോൾ അതിൽ ഇനി കൂടുതൽ പ്രതികരിച്ച് അല്ലെങ്കിൽ തരൂരിനെതിരെ നടപടിയിലേക്കൊന്നും പോകാൻ തൽക്കാലം എന്തായാലും കോൺഗ്രസിന് സാധിക്കില്ല. പക്ഷേ ഈ വിഷയത്തിൽ എങ്ങനെയാണ് തരൂർ പ്രതികരിച്ചത് എന്നുള്ളത്, താൻ മറ്റൊരു വ്യക്തിത്വമാണ്, തനിക്ക് രാഷ്ട്രീയ പാർട്ടി എന്നതിലപ്പുറം മറ്റൊരു വ്യക്തിത്വമാണ്. ശരിയാണ്, അദ്ദേഹം വിദേശകാര്യ വിദഗ്ധനാണ്, നയതന്ത്ര വിദഗ്ധനാണ്, അദ്ദേഹം UN-ൽ കുറേ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ശരി തന്നെ, അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമില്ല. പക്ഷേ കോൺഗ്രസ് മറ്റു പേരുകൾ പുറത്തുവിട്ടത് നോട് എന്താണ് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ അത് അവരോട് ചോദിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അവർ എന്ന് പറയുമ്പോൾ ഞാൻ വേറൊന്നും പാർട്ടി മറ്റൊന്നും എന്ന രൂപത്തിലേക്ക് അദ്ദേഹം സ്വയം കാണുകയാണ്. അവരോട് ചോദിക്കണമെന്ന് പറയുന്നു. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പുറത്തും രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്ന ബോധ്യം എന്തുകൊണ്ട് തരുന്നില്ല, അല്ലെങ്കിൽ അതിനോട് കണ്ണടക്കുകയാണോ തരൂർ എന്ന സംശയമുണ്ട്. ഇതൊരു രാഷ്ട്രീയ ലാഭത്തിന് തരൂരും ഉപയോഗിക്കുകയാണോ? എന്നെ ഇവിടെ നിങ്ങൾ അവഗണിച്ചാൽ എന്നെ പരിഗണിക്കാൻ അപ്പുറത്ത് ഭരണപക്ഷമുണ്ട് എന്ന് കോൺഗ്രസ് തന്നെ കാട്ടിക്കൊടുക്കുകയാണോ തരൂർ എന്ന സംശയം അവിടെയുണ്ട്. അപ്പോൾ എന്നോട് 2 ദിവസം മുമ്പ് തന്നെ ഒരു ഡെലിഗേഷനെ അയക്കുന്ന കാര്യം റിജിജു വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം നിങ്ങളെ മാത്രമല്ല മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും വിളിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നേതൃത്വത്തെ അറിയിക്കുമല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണത്രേ റിജിജുവിനോട്. അപ്പോഴും തന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ നിമിഷം വരെയും ശശി തരൂർ തൻ്റെ പാർട്ടിയോട് പറഞ്ഞിട്ടില്ല എന്നിടത്ത് അദ്ദേഹം വേറെ തന്നെ മാറി നിൽക്കുന്നു, പാർട്ടി നിലപാടിനൊപ്പമല്ല എന്നതിൻ്റെ സൂചനയാണ്. അദ്ദേഹത്തിന് തൻ്റെ പാർട്ടി അറിയിക്കാനുള്ള ഒരു മര്യാദ കാണിക്കണമായിരുന്നു. ഈ പാർലമെന്ററി കമ്മിറ്റി അധ്യക്ഷനൊക്കെ ആയത് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചിട്ടാണല്ലോ, കോൺഗ്രസ് MP ആണല്ലോ നിലവിൽ. നാളെ BJP ടിക്കറ്റിൽ ജയിച്ചുകൊണ്ട് BJP MP ആകുമ്പോൾ അദ്ദേഹത്തിന് BJPക്ക് ഒപ്പം നിൽക്കേണ്ടി വരും. BJP നിലപാടിന് വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അദ്ദേഹം BJPയിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായും കോൺഗ്രസിൽ നേതാക്കൾക്ക് ഉയരാം. ഈ ഘട്ടത്തിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാണ്ടിരിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് നിരന്തരം BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്, രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിലൊന്നും പക്ഷേ ആഭ്യന്തരമായി ഒരു അക്കൗണ്ടബിലിറ്റി എന്നൊരു കാര്യമുണ്ട്. സർക്കാരിന് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങളോട് ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടതുണ്ട്. അവിടെയാണ് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന ചോദ്യം അവിടെ ചോദിക്കുമ്പോൾ അതിന് മറുപടി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് ചോദിക്കാനേ പാടില്ല, അതിന് സമയമേ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല മുംബൈ ആക്രമണ സമയത്ത് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. മുംബൈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രിയുടെ രാജിയും ആഭ്യന്തരമന്ത്രിയുടെ രാജിയും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദിയായിരുന്നു. അന്നില്ലാത്ത കാര്യമാണ് ഇന്നൊരു നിലപാടായി കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി കാണരുത് എന്ന് പറയുമ്പോൾ ഇവിടെ രാഷ്ട്രീയമായി തിരങ്കായാത്ര BJP സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി പുൽവാമയ്ക്ക് ശേഷം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? സൈന്യത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മറുപടി നൽകാൻ ഇവിടെ BJPയെ ജയിപ്പിക്കണം എന്ന് രാഷ്ട്രീയമായി ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഈ രാജ്യസ്നേഹത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നുള്ളതൊക്കെ BJP നേരത്തെ തന്നെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതിൻ്റെ തുടർച്ച ഈ വിഷയത്തിലും കാണുന്നു. ഇത് നയത്തിൽ തരൂറിനെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റിയ സാഹചര്യം, കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ മിണ്ടാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പറ്റിയ അവസരം എന്ന് കണ്ടു തന്നെ തരൂരിനെ തന്നെ നയിക്കാൻ അതായത് ആ സംഘത്തെ നയിക്കുന്ന തരൂരാണ്. അതിൽ അദ്ദേഹം യോഗ്യനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് കോൺഗ്രസിനെ പിണക്കിക്കൊണ്ടാകരുതായിരുന്നു, കോൺഗ്രസുമായി സംസാരിച്ചിട്ടാകണമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഓരോ പാർട്ടികളോടും നിലപാട് തരണമായിരുന്നു. ഇപ്പോൾ CPM ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ ആ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു പാർലമെന്റ് യോഗം വിളിക്കുന്നില്ല, പാർലമെന്റ് വിളിക്കണമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞാണല്ലോ. അതോടൊപ്പം തന്നെ പറയുന്നു the Prime Minister instead chose to call a meeting of the Chief Ministers of only the BJP NDA rule states to brief them about Operation Sindoor. ദിസ് ഇസ് ഡിസ്ക്രിമിനേറ്ററി. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരെ മാത്രം വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ അതിൽ രാഷ്ട്രീയമില്ലേ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? രാജ്യത്തിനോട് മൊത്തം പറയേണ്ടതല്ലേ? പ്രതിപക്ഷത്തെ കൂടി, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ കൂടി അറിയിക്കേണ്ട കാര്യങ്ങളല്ലേ? അപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നിടത്ത് മാത്രം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ന സമീപനം അതിൽ രാഷ്ട്രീയമല്ലേ? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തമായ മറുപടി പറയേണ്ട സമയം ആയിരിക്കുന്നു. ഇനി സമയമായിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഡെലിഗേഷൻ പോകണം, ലോകരാജ്യങ്ങളിലെ പിന്തുണ തേടണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനു മുമ്പ് സർവകക്ഷി സംഘങ്ങൾ പോയ ആക്രമണം ഉണ്ടായ സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ആക്രമണത്തിന് പ്രോണായി നിൽക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഭരിക്കുന്നത് BJP ആണ്.
ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല മുഴുവൻ നേതാക്കളെയും വിളിച്ചുകൊണ്ടുള്ള യോഗം, അതല്ലേ പാർലമെന്റ് വിളിക്കുമെന്ന് പറയുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ശരി, BJP ആണല്ലോ പകുതി സ്ഥലത്ത് ഭരിക്കുന്നത്, അത് ശരി തന്നെ. പക്ഷെ അങ്ങനെയല്ല, രാജ്യത്തിനോട് മുഴുവൻ പറയേണ്ട കാര്യത്തിൽ പാർലമെന്റിൽ എല്ലാവരോടുമായി സംസാരിക്കുന്നിടത്താണ് അതിൽ സുതാര്യത നിൽക്കുക എന്ന് ഇവിടെ പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. അപ്പോൾ ഈ തിരംഗ യാത്രയും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വിജയം എന്ന രൂപത്തിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വിജയമാണോ സൈന്യത്തിന്റെ വിജയമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് രാജ്യം ഒരുമിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ സുതാര്യമായ ഒരു സമീപനമല്ല യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ മര്യാദകേടാണ് യഥാർത്ഥത്തിൽ. അതത് പാർട്ടികളെ അറിയിക്കാതെ നേതാക്കളെ ചൂസ് ചെയ്യുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ തരൂരിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. തരൂരാകട്ടെ കൃത്യമായി അത് അവസരമായി ഉപയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോഴൊരു റിസൾട്ട് ഉണ്ടാകുകയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസിൽ അതിൽ നിന്നൊരു പ്രതികരണം ഉണ്ടാകാം, മറുപടി ഉണ്ടാകാം. അപ്പുറത്തുനിന്ന് അത് BJP അത് നേട്ടമാക്കാൻ ശ്രമിക്കുമോ എന്നുള്ളതും നമുക്ക് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇത് ഒരു ഓപ്പറേഷൻ തരൂരാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. Meet the editors.